ഓ ഓ ഓ ഓംകാരം അഥവാ പ്രണവമന്ത്രം പരംബ്രഹ്മത്തിൽ നിന്നും ഉത്ഭൂതമായതാണ്. മഹേശ്വരന്റെ അവയവങ്ങൾ ഓംകാരത്തിൽ അടങ്ങിയിരിക്കുന്ന ബീജവർണ്ണങ്ങളുടെ വ്യക്തമായ തെളിവുകളാണ്. ബ്രഹ്മമുഹൂർത്തത്തിൽ നിദ്രവിട്ടെണീറ്റ് സ്നാനകർമ്മം നിർവഹിച്ചതിനു ശേഷം ഓംകാരം ജപിക്കുന്ന ഏതൊരു ശക്തിയും ബ്രഹ്മജ്ഞാനത്തിന് അർഹനായിത്തീരും. നിരക്ഷരനായ ഒരു വ്യക്തിയായിരുന്നാലും ഉത്തമനായ ഒരു ആധ്യാത്മിക ഗുരുവിൻ്റെ സാത്വികോപദേശം സ്വീകരിക്കുകയും അതിലൂടെ ജീവന്റെ രഹസ്യം അറിയാനും ബ്രഹ്മത്തിൽ അധിഷ്ഠിതമായ ശുദ്ധമായ വിജ്ഞാനാമൃതം അനുഭവിക്കാനും വേണ്ട സാധനങ്ങളാണ് ഓംകാര ജപം. തത്വങ്ങളോ ദർശനങ്ങളോ ആചാരാനുഷ്ഠാനങ്ങളോ ഒന്നും തന്നെ അറിയാതെ അറിവിൻ്റെ കാര്യത്തിൽ ദരിദ്രനായ വ്യക്തികൾക്കും മോക്ഷപദം കണ്ടെത്താനുള്ള ഒരു ആധ്യാത്മികമായ അനുഷ്ഠാന ക്രിയയാണ് ഓംകാരം. സർവ്വദേവീ ദേവന്മാരും അവതാരം കൈക്കൊള്ളുന്നതിനെ പ്രേരക ശക്തിയായി വർത്തിക്കുന്നതാണ് കാരുണ്യസാഗരമായ മഹേശ്വരനാണ്. മഹേശ്വരൻ സാക്ഷാൽ പരബ്രഹ്മം സ്വനിശ്ചയത്തിൽ ആകാരം സ്വീകരിച്ചിട്ടുള്ളതുമാണ്. സകല ബീജാക്ഷരങ്ങളുടെയും ആദിസ്വരൂപം ഓംകാരമാണ്. ഈ സങ്കല്പത്തിൽ നിന്നും ഉരുത്തിരിയുന്ന അലംഘനീയമായ വസ്തുത എന്തെന്നാൽ സാക്ഷാൽ പരമശിവൻ തന്നെയാണ് ഓംകാരമെന്നും ഇതിൽ നിന്നും ഭഗവാൻ അവതരിച്ചിട്ടുള്ളതുമാണ്. ഓംകാര ജപം നിത്യവും ഒരു അനുഷ്ഠാനമായി നടത്തുന്ന ഒരു വ്യക്തിയുടെ മനസ്സിൽ നിന്നും അഷ്ടരാഗങ്ങൾ കൂടഴിഞ്ഞു പോകുന്നു. കാമം, ക്രോധം, മോഹം, ലോഭം, വധം, മാത്സര്യം, ഡംബ്, ഗർവ് തുടങ്ങിയവ. അങ്ങനെ മാനസക്ഷേത്രത്തിൽ ഈശ്വര പ്രേമത്തിൻ്റെയും അദ്വൈത ചിന്തകളുടെയും അനശ്വര സങ്കല്പമലർ സുഗന്ധം പരത്തുന്നു. കൂടാതെ ചിത്തവൃത്തി നിരോധനം കൈവരുകയും പൂർണ്ണ വിരക്തി ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ സാത്വികാവസ്ഥ പ്രാപിക്കാൻ ഇടവന്നാലും ഓംകാര ജപം തുടർന്നുകൊണ്ടിരിക്കണം. പിന്നെ ഒരു സാധകന് ലഭിക്കാൻ പോകുന്നത് അമൂല്യമായ വിശേഷ ഗുണങ്ങളാണ്. അവിരാമമായ ജപത്തിലൂടെ ഒരു ഭക്തനെ തൻ്റെ ഷഡാധാരങ്ങളെ ഉണർത്താൻ കഴിയുന്നു. മൂലാധാരത്തിൽ നിദ്ര കൊള്ളുന്ന ശക്തിയെയാണ് പരമമായ ആനന്ദം പ്രദാനം ചെയ്യുന്ന അഥവാ സച്ചിദാനന്ദാവസ്ഥയിലേക്ക് ഉയർത്തുന്നത്. ആ ശക്തി ഓംകാരമായി തീരുന്ന അവസ്ഥയാണ് സച്ചിദാനന്ദാവസ്ഥ. അതുകൊണ്ട് ഓംകാരത്തെ ഉപാസിച്ചാൽ ബ്രഹ്മജ്ഞാനത്തിന് അർഹനാകും. സകല ദുർവാസനകളും അകന്ന് സാക്ഷാൽ ബ്രഹ്മം തന്നെയാണ് പരമശിവനെ സ്ഥിരവാസമുറപ്പിക്കാൻ തക്കവിധത്തിൽ ഹൃദയക്ഷേത്രം നിർമ്മലമാകണം. അങ്ങനെയുള്ള ശരീരവും ആന്തരികവുമായ ശുദ്ധീകരണം ഉണ്ടായാൽ പരമശിവൻ മാനസോദ്യാനത്തിൽ സാന്നിധ്യം കൊള്ളും. മനുഷ്യരുടെയും പക്ഷിമൃഗാദികളുടെയും വൃക്ഷലതാദികളുടെയും ഭാഷയും ശബ്ദവും ചലനവും എല്ലാം ഓംകാരം എന്ന ആദിമന്ത്രത്തിൻ്റെ വകഭേദങ്ങളാണ്. ഈ വിശ്വാസം പരമമായ സത്യത്തിൽ അധിഷ്ഠിതമായതുകൊണ്ടാണ് ഓംകാര ജപത്തിലൂടെ ബ്രഹ്മജ്ഞാനനായി തീരുന്ന ഒരാളിന് സകല ജീവികളുടെയും ഭാഷ അനായാസം ഗ്രഹിക്കാൻ കഴിയുന്നതും അവകളോട് ആശയസമ്പർക്കം പുലർത്താൻ കഴിയുന്നതും. പരബ്രഹ്മം തന്നെയാണ് യഥാർത്ഥ ഗുരു. എന്നാൽ പരബ്രഹ്മമായ പരമശിവൻ തന്നെയാണ് ലോകഗുരുവായ ദക്ഷിണാമൂർത്തി. പരമശിവനിൽ ഭക്തിയോ ദൃഢവിശ്വാസമോ ഇല്ലാത്ത ഒരാളിന് ഗുരുത്വം എന്ന പുണ്യം ലഭ്യമാകുകയില്ല. അയാൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ പുണ്യത്തിൻ്റെ അംശം നിലനിൽക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഫലവും അശുദ്ധം കലർന്നതായിരിക്കും. 27ാമത്തെ ഘോരം നരകമായ കുംഭാബീഗത്തിൽ അകപ്പെടാൻ തക്കവിധത്തിൽ മാരകങ്ങളായ പാപകർമ്മങ്ങൾ ജീവിതവ്രതമാക്കിയിട്ടുള്ള ചണ്ടാളന്മാർക്ക് പോലും മോക്ഷത്തിൻ്റെ അഥവാ പരമമായ ദിവ്യാമൃത തുല്യമായ ആനന്ദത്തിൻ്റെ ദേവലോകത്ത് എത്തിച്ചേരാൻ തക്ക അനന്ത ശക്തിവിശേഷം കൂടികൊള്ളുന്ന ബ്രഹ്മം തന്നെയാണ് ഓംകാരം. ഓംകാര ജപം ജീവിതത്തിൽ ഒരു അനുഷ്ഠാനമാക്കിയിട്ടുള്ളവർക്ക് ദേവീ ദേവന്മാർക്ക് ലഭിക്കത്തക്ക വിധത്തിലുള്ള അപൂർവ സിദ്ധികൾ ഉണ്ടാകും. മാത്രമല്ല 33 ദേവഗണങ്ങളും ഇത്തരം ഭക്തരിൽ സംപ്രീതരാകുകയും അനുഗ്രഹങ്ങൾ ചൊരിയുകയും ചെയ്യും. ഓംകാര ജപത്തിലൂടെ സ്വാഭാവികമായും ഒരു വ്യക്തിക്ക് തൻ്റെ ഇന്ദ്രിയങ്ങളെ ദമനം ചെയ്യാൻ സാധിക്കുന്നു. അങ്ങനെ കടിഞ്ഞാണില്ലാത്ത വെകിളിപ്പിടിച്ച് മദനോത്സവം കൊണ്ടാടി നടന്ന അശ്വങ്ങളെപ്പോലെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം മറന്ന് അലക്ഷ്യമായി നശ്വര സുഖങ്ങളുടെ മേച്ചിൽപ്പുറങ്ങളിൽ വിഹരിക്കുന്ന ഇന്ദ്രിയങ്ങളെ ബ്രഹ്മത്വമാക്കുന്ന സദാശിവസങ്കല്പത്തിൽ തളച്ചിടുന്നതോടെ ഒരു യഥാർത്ഥ ഭക്തനെ ദിവ്യാമൃതമാകുന്ന പരമാനന്ദം അനുഭവിക്കാൻ ഇടവരുന്നു. ഈ ധന്യമായ അവസ്ഥാവിശേഷം കൈവരുന്നതോടെ ഭക്തൻ ദിവ്യനായി തീരുകയും ചെയ്യുന്നു. ഓ